ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അയ്യപ്പയൊക്കെ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് എല്ലാവരും പോയി. ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ഞാനും അയ്യപ്പായും മാത്രമേ ഉള്ളൂ. ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ്. രാവിലെ മടി പിടിച്ചാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അടുക്കള വാതിലൊക്കെ തുറന്ന് കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നു. പിന്നെയാണ് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ച് അതിലേക്ക് സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടിട്ടാണ് ഇങ്ങനെ മെഴുക്ക് പുരട്ടിക്കായിട്ട് വെച്ചത്. പിന്നെ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ മോരുകറി വെക്കാമെന്നും. അതാകുമ്പോൾ എളുപ്പമാണ്, ജോലികളും പെട്ടെന്ന് കഴിയുമെന്നോർത്ത് ആദ്യം തന്നെ മോരിനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടിന്നിലെ തൈരായതുകൊണ്ട് കട്ടത്തൈരായിരുന്നു. പിന്നെ ആ തൈര് കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ മെഴുക്ക് പുരട്ടിക്കുള്ള കോവയ്ക്കൊക്കെ നല്ല വൃത്തിക്ക് വരണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരാവിയും കൂടെ കയറാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് മോരിന് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ അരിയാനായിട്ട്. പിന്നെ കറിവേപ്പില പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചുള്ളി നന്നാക്കിയിട്ട് അത് ഇടിയല്ലിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോരിന് കടുക് പൊട്ടിക്കാനായിട്ട് പാത്രമൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് കടുകും പിന്നെ നമ്മുടെ ഉലുവായും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്നതെല്ലാം കൂടെ അതിലോട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് മോരിൻ്റെ അരപ്പിൻ്റെ കൂടെ തന്നെ തൈര് കൂടെ അരച്ചതുകൂടെ ചേർത്ത് പിന്നെ ഇളക്കിയിട്ടുണ്ടായിരുന്നു. ആവി വന്നപ്പോഴത്തേക്കിന് തീ ഓഫ് ചെയ്തിട്ട് മോര് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു. മീനൊക്കെ വെട്ടാനായിട്ടാണ്. നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്തിയൊക്കെ വെട്ടി വൃത്തിയാക്കി. ചെറിയ മത്തിയായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് അത് മൊത്തം നമ്മൾ വറുക്കാനായിട്ട് എടുത്തത്. ഇവിടെ മീൻ കറി വെക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടം വറക്കുന്നതായിരുന്നു. വറക്കുവാണെങ്കിൽ അയ്യപ്പായും നല്ല വൃത്തിക്ക് ചോറൊക്കെ വേണം. പിന്നെ അതിലോട്ട് ചേട്ടൻ റെഡിയാക്കിയ ഒരു അരപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ അരപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മീനൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് കുഴക്കുന്നതാണ് ഇഷ്ടം. നല്ല വൃത്തിക്ക് കുഴച്ച് നല്ലതായിട്ട് ആ മസാല എല്ലാം പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടൊക്കെയാണ് പിന്നെ മീൻ വറുക്കാനായിട്ട് പോയത്. മീൻ വറുക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് കറിവേപ്പില എൻ്റെ കറികൾക്കെല്ലാം കറിവേപ്പില ഭയങ്കര മുമ്പെയാണ്. പിന്നെ ആ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിലോട്ട് വറുക്കാനുള്ള മീനെല്ലാം ഇട്ട് അതെല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് ചോറും പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി മോരും മീൻ വറുത്തതൊക്കെ ആയിരുന്നു. ഞാനും അയ്യപ്പായും ആയിരുന്നു ഊണിനുള്ളായിരുന്നു. അതുകൊണ്ട് ഒരു പ്ലേറ്റിലെടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച് തട്ടിക്കൂട്ടി തന്നാലും തരക്കേടില്ലാത്ത ആഹാരമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ ബൈ.